ഞാന് ഇന്ന് ലൈവ് പറയുന്ന വിഷയം വളരെ രസാവഹമായ ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ സർവ്വസാധാരണ. നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഉണ്ടോ? അത് എങ്ങനെയാണെന്ന് വെച്ചാ, നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ കാണിക്കും, ഉണ്ടോ? ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാ, അവരെ ഇഷ്ടമില്ലാത്തവർ കാണും. ഇവരെ എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? മനസ്സിലാകുന്നു? ഇവർ നമ്മളോട് കാണിക്കുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് അവരെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ എങ്ങനെ പൊക്കുന്നത്? മനസ്സിലാവുന്നു? അതായത് നമ്മളിപ്പോ ഇന്നു മുതൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ആർക്കാണ് നമ്മളോട് സ്നേഹമുള്ളവര്, നമുക്ക് മനസ്സിൽ നമ്മളോട് പണി തരുന്ന ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള എല്ലാ അടവും പപ്പ ഇന്ന് പറഞ്ഞു തരും. നിങ്ങൾ എന്ത് അടവും ഞാൻ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം? ഒരു കാര്യവും കാണാൻ പഠിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ നോക്കും. മനസ്സിലാവുന്നോ? അങ്ങനെ കൃത്യമായി ഇത് പഠിച്ചോണം. നമുക്ക് ഇതൊക്കെ തിരിച്ചറിയാനല്ലൂടെ രാവിലെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നേ. നിങ്ങൾ എങ്ങനെ കാണും? ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മള് എന്ത് കാര്യം അങ്ങോട്ട് ഒരു സുഹൃത്തുക്കളോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇവരെന്ത് ചെയ്യുന്നറിയാം? ഒരു ചിരി അങ്ങ് പാസ്സാക്കും. മനസ്സിലായോ? ഒരു ചിരി പാസ്സാക്കും. പക്ഷെ ആ ചിരി പാസ്സാക്കുമ്പോഴും എന്താ പ്രശ്നം എന്നറിയാമോ? ഇവർ ഈ ചിരി നമ്മുടെ ഒരു സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് നമ്മളെ കണ്ടാല് ഒരു ചെറിയ ചിരി, എന്ത് പറഞ്ഞാലും നമ്മളൊരു നല്ല കാര്യമായിരിക്കും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നേ. അൻസാരി നിലമേല കേട്ടോ, നമ്മൾ ഈ സുഹൃത്തുക്കളോട് നല്ല കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ യവന്മാരൊരു വളിച്ച ചിരി അങ്ങ് ചിരി. അമ്മമാരെ ഒഴിക്കും നമ്മൾ മനസ്സിലായി കാണത്തില്ലെന്ന്. ഒരു ചിരി ഇഞ്ഞി ചിരിക്കും. മനസ്സിലായോ? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പറയും, എടോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഇതങ്ങ് വലിയ കൈകാര്യം ചെയ്ത് ആക്കൂന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലേ യവന്മാരുടെ ഒരു ചിരി കണ്ടിങ്ങനെ മനസ്സിലായോ? യവനൊരു ആക്കി ചിരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് പൊളുത്തു എന്നുള്ള രീതിയിൽ യവനെ സസൂക്ഷ്മം നോക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയണ്ടെന്നറിയോ? നിങ്ങൾ സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് താണ്ടെ അവന്റെ കണ്ണി നിങ്ങൾ ഇങ്ങനെ നോക്കണം. മനസ്സിലാവുന്ന? നമ്മൾ ഈ കാര്യം പറയുമ്പോ അന്നേരം അവന്റെ മനസ്സ് യഥാർത്ഥത്തിൽ എന്തോ സംഭവം എന്നുള്ളത് ഞാൻ സൈക്കോളജിക്കൽ എഫക്ട് പിന്നെ പറഞ്ഞുതരാം. അന്നേരം അതിനിടയ്ക്കുണ്ടല്ലേ നമ്മുടെ ശ്രദ്ധ പോവാനും നമ്മളെ ആക്കാനും തൊട്ടപ്പുറത്തിരിക്കുന്നവനോട് താണ്ടെ ചിലപ്പോ ഒരു ഞോണ്ടലൊക്കെ എന്തോ നമ്മളെ ആക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? അവന്റെ കണ്ണി നോക്കണം. കണ്ണി നോക്കുന്നതിന്റെ ഗുണം ഞാൻ പിന്നെ പറഞ്ഞുതരും. മനസ്സിലാവുന്നു? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. ഇത് ഞാൻ ആദ്യം അങ്ങ് പറയുന്നത്, അവസാനം പറയേണ്ട കാര്യം ആദ്യം പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സുഹൃത്ത് ആരാവണമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളില്ലാത്തപ്പോ നിങ്ങൾ ഒരിടത്ത് കാണത്തില്ലല്ലോ. ആ സമയത്ത് നിങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, സുഹൃത്തുക്കള്. അപ്പൊ നേഹ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല, കൂട്ടുകാരും എല്ലാവരും കൂടെ സംസാരിക്കുക. അപ്പൊ നേഹയുടെ ഒരു കൂട്ടുകാരി നേഹ ഇല്ലാത്തപ്പോഴും നേഹയുടെ നന്മ പറയുന്നു. ബാക്കിയുള്ളവരെല്ലാം അയ്യേ നേഹ ചുമ്മാ സമയങ്ങൾ എന്തൊക്കെയോ പറയും. ഗോസിപ്പൊന്നും അല്ല, ഏതാണ്ടൊരു നെഗറ്റീവ് പോലെ അടിക്കും. അത് നെഗറ്റീവ് അല്ല. അന്നേരം മറ്റവനുണ്ടല്ലേ നമ്മുടെ സുഹൃത്തായിട്ടുള്ളവൻ, നല്ല ആത്മാർത്ഥമുള്ള അവൻ വെറും പാവമായിരിക്കും. അവൻ നമ്മുടെ ക്ലാസ്സിൽ നമ്മളോട് വലിയ ബന്ധമൊന്നും കാണത്തില്ല. ചിലപ്പോ നമ്മളോട് ബന്ധമുള്ളവന്മാരൊക്കെ ഇന്ന് നേഹ വരാതിരുന്നപ്പോ നേഹ അടിക്കുവാ. അപ്പൊ കാണാ ഒരുത്തൻ ഏറ്റവും ബാക്കി വെച്ച് നിങ്ങൾ എന്തൊരു മനുഷ്യനാടേ, നേഹ പോലും നല്ലൊരു ഇവരങ്ങ് ഞെട്ടും. മനസ്സിലാവുന്നോ? അങ്ങനെയുള്ളവന്മാര് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ സമൂഹത്തിൽ കാണും. ഐഡിയ കിട്ടുന്നു? ഇതാണ് ഇതിന്റെ വേറൊരു സൈക്കോളജി. ഇതിപ്പോ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ തിരിച്ചറിയുന്ന മെത്തേഡ് എന്ന പപ്പ കൃത്യമായി പഠിപ്പിക്കാം. ഇത് വെച്ചോണ്ട് എല്ലാരെയും അങ്ങ് അളന്ന് കുളമാക്കി കളയരുത്. കാരണം ഏറ്റവും അവസാനം കൂട്ടുകാരില്ലാതായി പോകും. മനസ്സിലാവുന്നു? അപ്പം കേട്ടോളുക. നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളെ പരിപൂർണമായും ചിലരെന്ത് ചെയ്യും? അവഗണിക്കും. എന്തോ? നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളെ എന്ത് ചെയ്യും? പരിപൂർണമായും ചിലരങ്ങ് അവഗണിക്കും. മനസ്സിലായോ? അവരെ തിരിച്ചറിയുന്ന അവര് നമ്മുടെ കണ്ണി നോക്കി സംസാരിക്കത്തില്ല. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാലും ഇങ്ങനെയുള്ള അവരൊരു പരിഹാസത്തോടെ, മനസ്സിലാവുന്നു? നമ്മൾ ഇവിടെ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാര് നമ്മളൊരു പൊട്ടനാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വലിയ കാര്യമായിരിക്കും പറയുന്നേ. ഇവൻ നമ്മൾ പറയുന്ന കാര്യത്തിന് ഇവൻ എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ ഒരു പൊട്ടനെ പോലെ എന്തുവാടേ സംസാരിക്കുന്നത്? ഇത് അങ്ങനെ അല്ലടേ. യഥാർത്ഥത്തിൽ ഇവൻ അതിനുള്ള പരിജ്ഞാനമോ ഇതോ കാണത്തില്ല. എന്നാലും ഇങ്ങനെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ കാണും. മനസ്സിലായോ? ഈ ഇവരുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ചെറിയ കാര്യങ്ങൾക്കുണ്ടല്ലേ, നമ്മളൊരു ചെറിയൊരു കാര്യം പറയുക, ആ ചെറിയ കാര്യത്തിന് പോലും ഇവരെന്ത് ചെയ്യും, നമ്മളെ പരിഹസിക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്നോ? ഇത് ആരോടാ യഥാർത്ഥത്തിൽ പറയുന്നത് ഞാൻ ആലോചിക്കുക. നീ അവിടെ നിൽക്കടി. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യും, പരിഹാസം കിട്ടും. ഐഡിയ മനസ്സിലായോ? എപ്പോഴും നമ്മൾ കണ്ടേ കാണും. നിങ്ങളൊക്കെ പോയിക്കോ, ഫ്രണ്ടിലെ കാണാൻ പോടെ, കഥയില്ലാത്ത. അപ്പൊ ചെറിയ കാര്യങ്ങൾക്കും പരിഹാസം ഉണ്ടാവും. അടുത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക, നിങ്ങളെ ചിലപ്പോ ഇവരെന്ത് ചെയ്യും, പരിഹസിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അപഹാസ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചില സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് പപ്പ പിന്നെ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാ. മറ്റുള്ളവരിൽ മുന്നിൽ നിങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കും. കാരണം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് ആലോചിച്ചോണം. എന്തുകൊണ്ടാ? നിങ്ങൾ വലുതാവുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ഗുണം ഉണ്ടായതുകൊണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ട് അർത്ഥം എന്താ? നിങ്ങൾ ചേഞ്ച് ആവുന്നു. മനസ്സിലാവുന്നോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറ്റുള്ളവരിൽ നിങ്ങളെ എന്തോ ചെയ്യാൻ, ചെറുതാക്കാൻ ശ്രമിക്കും. പിന്നെന്തോന്നറിയാം, നിങ്ങളുടെ വിജയത്തെ ഉണ്ടല്ലേ ഇവര് ചെറുതാക്കി കാണിക്കും. മനസ്സിലാവുന്നോ? ഷിറ്റടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിജയത്തെ അവരെന്ത് ചെയ്യും, അവഗണിക്കും. അതുകൊണ്ട് വിജയം മാറിപ്പോവോ? മനസ്സിലാവുന്നോ? ഇവര് നമുക്ക് വലിയൊരു എനർജി ആയിരിക്കണം യവന്മാർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ ചിരിച്ചോണം. ഐഡിയ മനസ്സിലായോ? സുഹൃത്തുക്കൾ നമ്മളെ തള്ളി പറയുമ്പോ നമ്മൾ കരയുകയല്ല. പെൺപിള്ളേർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയ്യോ, മോക്ക് അങ്ങനെയില്ല, മോൾ എപ്പോഴും എന്റെ കൂടെ നടക്കുന്നേ. സ്ട്രോങ് ഫ്രണ്ട് അല്ലേ? അമ്മയുടെ കൂടെ അമ്മ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വിജയത്തെ അവരെന്താക്കി കാണും, ചെറുതാക്കി കാണും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ അവർക്ക് ആ വിജയം എന്ത് ചെയ്യാൻ പറയാം, അവർക്ക് നിങ്ങളേത് ദേഷ്യം ഉണ്ടായോണ്ടല്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നിങ്ങളെ കുറിച്ച് അവർ നെഗറ്റീവ് പ്രകടിപ്പിക്കും. അടുത്ത പ്രശ്നം എന്താ? നമ്മളെ കുറിച്ച് നെഗറ്റീവ് പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. രാജൻ മാത്യു അച്ചായ ഗുഡ് മോർണിംഗ്, ഹൈപ്പ് മാത്യു, ബേബി ജോൺ പടിഞ്ഞ്, പള്ളിക്കിഴക്കേതിൽ എല്ലാവർക്കും നല്ല പ്രഭാതം, അൻസാരി നിലമേൽ. അപ്പൊ എന്താന്നറിയാം, ഇവരുടെ വേറൊരു പ്രശ്നം എന്താന്ന് പറയാം, നിങ്ങൾ സംസാരിക്കുമ്പോ ഉണ്ടല്ലേ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യും. മനസ്സിലാവുന്നു? ഈ സുഹൃത്തുക്കളിൽ ചിലവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ ചിന്തയിൽ നിങ്ങൾ മോശമാ, നിങ്ങൾ ആ ഗ്രൂപ്പില് മോശമാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാം, മോൾ അങ്ങോട്ട് ഒരു കാര്യം പറയുമ്പോഴേ ഇവൻ നമ്മളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. മോൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ? ഇതിന്റെ എല്ലാം പരിഹാരം പപ്പ പറഞ്ഞു തരും. മനസ്സിലാവുന്നു? ഇവരുടെ ശരീര ഭാഷയിൽ ഒരു അസ്വസ്ഥത കാണും. എന്തോ അസ്വസ്ഥത കാണും. മനസ്സിലായോ? അസ്വസ്ഥത. ഭയങ്കര ഗ്രാമറാണ്. ഭാര്യ എന്ന് പറയാൻ അറിയത്തില്ല. മനസ്സിലായോ? ഭാര്യ അല്ലടാ, ഭാര്യ. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാ, മുഖം ചുളിക്കും. ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? അടുത്ത എന്താ ഇവരുടെ പ്രശ്നം? ഇവര് മുഖം ചുളിക്കും. മനസ്സിലാവുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഇവരെന്ത് ചെയ്യും, മുഖം ചുളിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം. മനസ്സിലായോ? അപ്പൊ എന്നാ ഇതൊക്കെയാണ് നമ്മൾ എന്തോ പറയുന്നത്, അടുത്ത സുഹൃത്തുക്കള് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. കാര്യം എന്താ? നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതിന്റെ ബുദ്ധിമുട്ട്, നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണുന്ന സുഹൃത്തുക്കളായിട്ടുള്ളവർ കാണിക്കുന്നത്, അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് അവരറിയാതെ തന്നെ മനസ്സുകൊണ്ട് കാണിക്കുന്ന പരിപാടികളാണ്. എന്നാൽ ഇനിയിപ്പോ എങ്ങനെയാണെന്നറിയാം, ഇനി വേറൊരു ടൈപ്പ് ആൾക്കാർ, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്. മനസ്സിലായോ? എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ വെറുക്കുന്നതിനുള്ള കാരണം? നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് വെറുക്കുന്നത് എന്തിനാണെന്നറിയാമോ? പറയാമോ? എന്തിനായിരിക്കും? എനിക്ക് പറയാം. അവിടെ എന്തിനായിരിക്കും അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ എതിർക്കുന്നത്? യെസ്, കുശം, അസൂയ. എന്തോ മനസ്സിലാവുന്നോ? ഒന്നാമത്തെ എന്ത്? ഈയിടെ യവൻ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്ന എന്നുള്ള ആ ഒരു അസൂയ. അവനെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത. പക്ഷെ അവനെ കൊണ്ട് നടക്കുവോ? ആ സുഹൃത്തിന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അവൻ അത് ഒക്കത്തില്ല, അസൂയ വരും. രണ്ടാമത്തെ പ്രശ്നം അടുത്ത സുഹൃത്തുക്കളുടെയാണ് ഇത് പറയുന്നത്. മറ്റേ ഞാൻ ഫ്രണ്ട്സ് കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അടുത്ത സുഹൃത്തുക്കൾക്കാണ് ഈ അസൂയ വരുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ കാര്യം, ഇപ്പൊ രാജൻ മാത്യു അച്ചായൻ, ഓക്കെ, അതും അല്ലെന്നുണ്ടെങ്കിൽ കോശി സാർ, ഇവര് കൊട്ടാരക്കരക്കാരല്ലയോ? അന്നേരം ഈ ഇവരെ എനിക്ക് അറിയാമോ? ഇവർക്ക് ലോട്ടറി അടിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടോ? ഉണ്ട്. എടാ, ഈ ലോട്ടറി എനിക്കറിയാവുന്ന ഒരാൾക്ക് ലോട്ടറി അടിച്ചാലേ എനിക്ക് പ്രശ്നമുള്ളൂ.
വേറെ ആർക്കടിച്ച ഓ എന്തോന്നു ഇവിടെ കോയമ്പത്തൂരുള്ളവർക്ക് ലോട്ടറി അടിച്ച എനിക്ക് അല്ല അടുത്ത് അറിയാം, അതാണ് അടുത്ത ഫ്രണ്ട്സ്. മനസ്സിലായോ? അടുത്ത ഫ്രണ്ട്സിന്റെ ഒരു പ്രശ്നം മനസ്സിലായി. അവൻ രണ്ടാമത്തെ അവന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അവന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി അടിച്ചാൽ അവന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കപ്പെടാത്ത ഒരു വേദന. എങ്ങനെ ഉണ്ടോ ഇനി അടുത്ത സുഹൃത്ത് എന്തിനാന്ന് അറിയത്തില്ല, അത് നമ്മൾ അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റുന്ന എന്തോ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വേദന. ഐഡിയ കിട്ടുന്ന മോളെ നേക്കൂട്ടാ അങ്ങനെ ഉണ്ട് കേട്ടോ. അത് കുശുമ്പിന്റെ വേറൊരു വേർഷനാ. പിന്നെ അവന്മാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ താരതമ്യം ചെയ്തോളെ. എടാ ഞാൻ ഇവനോട് ഒരു ക്ലാസ്സിലല്ലേ പഠിച്ചേ, മനസ്സിലാവുന്നു? എടാ അവനേക്കാൾ നല്ലോണം ഞാനായിരുന്നല്ലോ പഠിച്ചു, എന്തിന്റെ മാർക്ക് എനിക്ക് കുറഞ്ഞു. ഉടനെ പറയും സാറ് പണി പറ്റിച്ചു. മനസ്സിലാവുന്നു? എടേ സാറിന് പന്തി വിഷമാടേ തീർന്നു. മനസ്സിലായോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം. അതായത് ഇതെല്ലാം ചിന്തിക്കുന്ന ആരായിരിക്കും? നമ്മുടെ ഏറ്റവും അടുത്തവൻ മാത്രമേ താരതമ്യം ചെയ്യൂ. അതെ അല്ലാതിരിക്കുന്നവനെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഈ ദൂരെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഒരു കാര്യം മോളെ അറിയിച്ചോണം. മോളെ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മോളോട് അസൂയയും വരൂ, താരതമ്യം ചെയ്യപ്പെടൂ, മനസ്സിൽ ഈ വേദനയൊക്കെ വരൂ. സംശയം ഉണ്ടോ? അസൂയ കണ്ടോ? അതെനിക്ക് മനസ്സിലായ എന്തിനാ അപ്പണി നടക്കത്തില്ല മോനെ. അടുത്ത കേട്ടോ അടുത്ത എന്താ നമ്മള് പറഞ്ഞേ? പിന്നെ അഹങ്കാര ഭംഗം എന്ന് പറഞ്ഞാ ഇപ്പൊ ക്ലാസ്സിലെ ഒന്നും തോന്നണ്ട, നമ്മുടെ നേഹക്കുട്ടൻ ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു. മനസ്സിലാവുന്നു? 9ാം ക്ലാസ്സിൽ വന്നപ്പോ ലീഡർ ആയില്ലെന്നിരിക്കട്ടെ. മനസ്സിലാവുന്നു? ഇലക്ഷന് നിന്നില്ല, സമ്മതിച്ച്. ഞാൻ കളിയാക്കി അല്ലല്ലോ ഇയാൾ രണ്ടുകൂടെ പോയി. അപ്പൊ അടുത്ത വർഷം ഇലക്ഷന് നിന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്താ ഇത് ലീഡർ ആയില്ല. അപ്പം പുതിയ ലീഡർ ആയവൻ ഭയങ്കര ജാടയൊക്കെ ഇങ്ങോട്ട് കാണിച്ച് ക്ലാസ്സിലോട്ട് കയറി വരുമ്പോ ഉണ്ടാകുന്ന സാധനത്തിന്റെ പേരാണ് എന്തോന്ന്? അഹങ്കാരഭംഗം. മനസ്സിലായോ? മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നേ. ഞാൻ പറയുന്ന ആരുടെ കാര്യമോ പറയുന്നേ? ഈ അടുത്ത ഫ്രണ്ട്സുകൾ തമ്മിലുള്ള പ്രശ്നമായി പറയുന്നേ. മനസ്സിലാവുന്നു? അടുത്ത കൂട്ടുകാര്. രണ്ടാമത്തെ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങ് വർക്കൗട്ട് ചെയ്യും. മനസ്സിലാവുന്നോ? പിന്നെ എന്തെങ്കിലും പണ്ട് പാളത്തൂർ കാര്യം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാ ഇപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് ഇരുന്നിട്ട് എന്തുകൂടെ അവളോട് സംസാരിക്കും, ഒരു ഫ്ലോ ഇല്ലടേ, അവൾ എന്തു ഈ പറയുന്നേ, ചുമ്മാ വീട്ടിലെന്തോ അവരുടെ വീട്ടിൽ മാത്രമേ അങ്ങോട്ട് അപ്പവും മുട്ടക്കറിയും ഉള്ളൂ, ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങും കേട്ടോ. ഇത്രയും നാൾ ഈ അപ്പവും മുട്ടക്കറി ഒരുമിച്ച് തിന്നവരാ. എനിക്കറിയത്തില്ല, ഞാൻ ലിനിയെ പറ്റി ഒന്നും പറയത്തില്ല. ആണ് ലിനിക്ക് ഏറ്റവും വലിയ 3 കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. മഞ്ജിമ, പ്രിയ, ലിനി. 3 വഴിക്ക് ഓടിക്കൊണ്ടിരിക്കും. വേണ്ട കേട്ടോ. നീ ഇവരങ്ങനെ കേട്ട് കഴിഞ്ഞ് ഇപ്പൊ ലിനിയെ വിളിച്ചു കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. മനസ്സിലായോ? പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു സാധനം പറഞ്ഞുതരാം, ആരോടും പറഞ്ഞു കൊടുക്കരുത്. പുറത്തു നിന്നുള്ള സ്വാധീനം. മനസ്സിലായോ? അങ്ങനല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മള് രണ്ടുപേരും അടുത്ത ഫ്രണ്ടാ. നീ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ഓ നീ എന്തിനാടേ ചുമ്മാ അവനോട് മിണ്ടുന്നേ, അവൻ നിന്നെ പറ്റി ഇന്നലെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ എടേ ഞാൻ ഇന്നലെ കേട്ടത് കറക്റ്റ്, ഇങ്ങനൊക്കെ പറഞ്ഞാ കൊള്ളാമോ? മനസ്സിലാവുന്നു? അതെനിക്കറിയത്തില്ല. കണ്ടോ ആ നീട്ട് വന്നപ്പോഴത്തേക്കേ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവളുടെ സ്വരം ഇച്ചിരി നീട്ടുണ്ടായി, അതിനെ വെച്ച് താങ്ങുവാ. അപ്പൊ പോട്ടെ, റോഷനി ആക്കിയതാ. അത് പോട്ടെ, നമ്മൾ പറഞ്ഞേക്ക്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരു സ്വാധീനം. അടുത്ത കാര്യം ഇനി അടുത്ത വ്യക്തിത്വ മാറ്റങ്ങൾ. അടുത്ത പോയിന്റ് എന്തോ? വ്യക്തിത്വ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഹയുടെ നീയുടെയും അപ്പൊ ഫ്രണ്ട്സിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? വ്യക്തിത്വം അങ്ങോട്ട് പിറ്റേന്ന് തൊട്ട് ഇയാള് ഇത്രയും നാള് നമ്മൾ ഭയങ്കര ആളായിട്ട് കണ്ടോണ്ടിരുന്ന ഇവ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത സുഹൃത്തുക്കൾക്ക് അവന്റെ പെരുമാറ്റത്തിൽ അങ്ങ് ഭയങ്കര മാറ്റം വരും. നിന്നെ ഉദ്ദേശിച്ചായിരിക്കും. പിന്നെ അടുത്ത എന്തോന്നറിയാം? മാനസിക സമ്മർദ്ദം. അടുത്തൊരു പോയിന്റ് എന്തോ? മാനസിക സമ്മർദ്ദം എന്തിനാ വരുന്നത്? ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ട് എന്തോ ചെയ്യും? പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. മാനസിക സമ്മർദ്ദം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞ ഇനിയിപ്പോ അവിടെ വലിയ. അപ്പൊ മാനസിക സമ്മർദ്ദം ഇതൊക്കെ ആരിൽ വരുന്നതാണ്? അടുത്ത സുഹൃത്തുക്കളിൽ വരുന്ന പ്രശ്നങ്ങളായി വരുന്നത്. അവിടെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. മനസ്സിലായോ? ഇനി പറയുന്നത് പഠിച്ചോണം. മനസ്സിലായോ? ഇനി പറയുന്ന എല്ലാരും പഠിച്ചു വെച്ചോണം. ഇത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡാ.
ഓക്കെ അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും നിങ്ങൾക്കിട്ട് നിങ്ങളോട് അടുത്ത് വരും. ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ഇതിന് നമുക്ക് ഒരടവങ്ങ് അടക്കിയാൽ മതി. എന്തൊക്കെയാന്ന് പറയട്ടെ. ഒന്ന്, ഇവര് കാണിക്കുന്ന സിഗ്നൽ മനസ്സിലാക്കണം. ഇവരിങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് അറിയണ്ടേ. ഇവരിങ്ങനെ പറയാൻ പോകുന്നവരാണെന്ന് തിരിച്ചറിയാനുള്ള സിഗ്നൽ അവ ഇപ്പൊ പറയാൻ പോന്നെ കേട്ടോ. അതിങ്ങനെ ഞമ്മള് മനസ്സിലാക്കി ഭയങ്കര സാധനം. അതുകൊണ്ട് ബിനു ചേട്ടൻ എന്ത് പാവോ, നമ്മുടെ സുജാത, മൈലഗണേശേട്ടൻ, സാബു ജോണ്. അപ്പൊ എന്താ മുമ്പ് പങ്കുവെച്ച കാര്യം മനസ്സിലായോ? ഇപ്പോൾ എന്തോ ചെയ്യും? മുമ്പ് അന്ന് എല്ലാം വന്ന് പറയുമായിരുന്നു. നമ്മൾ മുമ്പ് ഈ കാര്യം ഒന്നും ഇപ്പൊ പറയത്തില്ല. മനസ്സിലായോ? അടേരി ചുമ്മാ ആവശ്യമില്ല എന്നെ കൊണ്ട് പിന്നെ പേര് പറയിപ്പിക്കല്. അപ്പൊ മനസ്സിലായ പ്രണയമില്ലാതെ ആരെങ്കിലും ജനിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ മുമ്പ് പങ്കുവെച്ച കാര്യങ്ങളൊക്കെ പണ്ട് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞ എല്ലാ കാര്യവും പറയുമായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യവും ഒക്കെ പറയും. ആ കാര്യം എന്ത് ചെയ്യത്തില്ല, പറയാതിരിക്കുവാണെങ്കിൽ അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളോട് എന്തോ പ്രശ്നം. ഒന്നാമത്തെ പോയിന്റ് സിഗ്നൽ പഠിച്ചോ. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ പറയത്തില്ല. രണ്ടാമത്തെ പോയിന്റ് എന്തോന്ന് ചോദിച്ചാ, ഇവരെ ഇങ്ങനെയൊക്കെ വെച്ച് തിരിച്ചറിഞ്ഞോണം. സംസാരത്തിൽ നിന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നേ, മനസ്സിലാവുന്നോ? രണ്ടാമത്, നിങ്ങളുടെ സന്തോഷം വരുമ്പോണ്ടല്ലേ, മാർക്ക് പറയാ, നീയ 16-20, നെൽസൺ 18, ലിനി 13, നേഹ 20-20. ഉടനെ എന്നാ ഓക്കെ, നീയ മോൾ 20-20, നേഹ 18 കേട്ടോ. ഉടനെ മാർക്ക് പറഞ്ഞു. ഉടനെ ഉണ്ടല്ലേ, ഓ മോഹൻ തിരിച്ചങ്ങിരിക്കും. റാങ്ക് എങ്കിൽ റാങ്ക്, അന്നേരത്തെ അങ്ങ് മോഹൻ തിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു സിഗ്നൽ ഒരെണ്ണം കിട്ടി. എന്താണ്? നമ്മുടെ സന്തോഷത്തിൽ അവൻ പങ്കുചേരില്ല. പഠിച്ചോ? അതിന് കാരണം എന്താ? നമ്മളോടൊരു മടിപ്പ്. എന്താ? നമ്മളോടൊരു മടിപ്പ്. സിഗ്നൽ കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. മനസ്സിലായോ? നെഞ്ചിടിപ്പ്. അടുത്ത വലിയ സംഭവം എന്താന്ന് ചോദിച്ചാൽ, ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലേ, ചെറിയ കാര്യത്തിന് വലിയ പ്രതീക്ഷ. മനസ്സിലാവുന്നോ? നമ്മളൊരു ചെറിയ കാര്യം വലിയ പ്രതീക്ഷയോടെ കാണിക്കും. മനസ്സിലായോ? അത് നമുക്കിട്ടൊരു താങ്ങല. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിന് വലിയ പ്രതികരണം. ഒരു ചെറിയ കാര്യമാണ്, ഒരു വലിയ കാര്യമായിട്ട് അങ്ങ് പ്രതികരിക്കും. ഇത് നമ്മൾ ചുമ്മാതെ ഒരു അട്ടക്കാര്യം. ഇവരത് വലിയൊരു കാര്യമായിട്ട് അങ്ങ് പരിഗണിച്ച് എല്ലാവരോടും പറയും, ഇതൊക്കെ എന്തുവാടേ ഇത്, ഇത്രയും വലുതാക്കി, അല്ല ഇത്രയും ചെറിയ കാര്യമൊക്കെ ഇത്രയും വലുത് അവർ വേറെ രീതിയിൽ അടിച്ചങ്ങ് ഇറക്കും. മനസ്സിലാവുന്നു? ആ ഒരു ലക്ഷണം നോക്കണം. അവരെവിടെങ്കിലും ഒക്കെ ഇതിന് പോവും. എന്തോതിനാ? ഒരു സിനിമ കാണാൻ പോണോന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യും കേട്ടോ. നമ്മുടെ കൂട്ടുകാരെ മൊത്തം അങ്ങ് വിളിക്കും. എന്നിട്ട് പറയാം, നിന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലല്ലോ. അടുത്ത ഡയലോഗ് എന്താ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും നമ്മളെ അവോയ്ഡ് ചെയ്ത്, മനസ്സിലായോ, നമ്മളെ ഒഴിവാക്കി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. വേണ്ട, നമ്മൾ ആരെ അവോയ്ഡ് ചെയ്യരുത്. മനസ്സിലായോ? പക്ഷെ വേറൊരു ട്രിക്ക്, ഈ ചോദ്യം അവസാനം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവുന്നോ? നമ്മൾ അവരെ എങ്ങനെ നിർത്തണമെന്ന് പപ്പ പറഞ്ഞുതരാം. എന്നിട്ട് രണ്ടാമത്തെ ഒരു കേസ് എന്താണെന്നറിയാമോ? ഇവന്മാരുടെ വേറൊരു കേസ് എന്താണെന്നറിയാം? തമാശ പറച്ചില്ല, ജോക്ക്. ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഇട്ടൊരു ആക്ക്, ഒരു ഇന്റർനാഷണൽ ആക്കാക്കിയിട്ട് പറയുന്നെങ്കിലേ, പറയുന്ന കേൾക്കുന്നു, നമ്മളെ വലുതായിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നെങ്കിലേ, ഞാൻ ഒരു തമാശ പറഞ്ഞാന്നേ. മനസ്സിലായോ? അതൊരു ഉണങ്ങിയ ജോക്കല്ലയോ? വാ തിരിഞ്ഞു നടക്കുക. നമ്മളെ ആക്കി പറയുന്ന ഒരു ഡയലോഗ്. മനസ്സിലാവുന്നോ നേഹ? അപ്പൊ എന്ത് ചെയ്താ പറഞ്ഞേ? ജോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. തമാശയാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിട്ട് കൃത്യമായി നമ്മളെ നോക്കി ഗുണിച്ച് ഹരിച്ചു വെച്ചിട്ട് നമ്മളെ എന്തോ ചെയ്യും? ഒരു പണി നമുക്ക് തരും. മനസ്സിലാവുന്നോ? പക്ഷെ നമ്മൾ ലിയോണെ അങ്ങനെ ചെയ്യത്തില്ല. എന്നിട്ട് അതായത് വേറൊരു ടെക്നിക്ക് എന്തോന്നറിയാമോ? നിങ്ങളോട് ഒരു പെരുമാറ്റം. എന്തോ സംഭവം? ഇതൊന്നും ഇവിടെ ഞാൻ കെട്ടിക്കൊടുക്കാം. നിങ്ങളോട് ഒരു പെരുമാറ്റം, അതിനെ വിട്ടോ, ലിയോണെ വിട്ടോ. നിങ്ങളോട് ഒരു പെരുമാറ്റം, പിന്നീന്ന് വേറൊരു പെരുമാറ്റം. മനസ്സിലാവുന്നോ? നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളോട് കാണിക്കുന്നതല്ല, നമ്മളെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് വേറൊരാക്കല്. മനസ്സിലാവുന്നോ? ഇങ്ങനെ അന്നേരം നിങ്ങൾ ആലോചിച്ചോണം, ഇതൊക്കെ എന്താണ്? സിഗ്നൽസാ. നിങ്ങളെ മനസ്സിലാവുന്നോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഇഷ്ടമില്ലാത്തതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞു? ഇഷ്ടമില്ലാത്തവരെ തിരിച്ചറിയാനുള്ള സിഗ്നൽസും പറഞ്ഞു.
ഐഡിയ കിട്ടിയോ? ഈ സിഗ്നൽ വെച്ച് കൃത്യമായി പഠിച്ചോണം. ഇനി എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്തോന്നറിയാമോ? കുറെ സൂക്ഷ്മമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആ സൂക്ഷ്മമായ കാര്യവും നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ പറ്റി പഠിക്കുന്നത്. പാപ്പ മനസ്സിലാവുന്നോ? ചിന്തിച്ചോണം. ഒന്നാമത്തെ പോയിന്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്, അവർ പണ്ട് നമ്മളോട് എങ്ങനെയാണ്, ഇന്ന് നമ്മളോട് എങ്ങനെയാണ്. എന്താ അങ്ങനെ? പണ്ട് നമ്മളോട് എങ്ങനെയാണ്, ഇന്ന് നമ്മളോട് അന്ന് പഴയ പെരുമാറ്റവും ഇന്നത്തെ പെരുമാറ്റവും തമ്മിലൊന്ന് അവരുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ തലച്ചോറിൽ കൂടി ഇങ്ങനെ പോണം. എന്നിട്ടേ കാര്യം പറയാവൂ. നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് പറയണോ വേണ്ടയോ എന്ന് ഇതാണ് സൈക്കോളജിക്കൽ സാധനം വരുന്നത്. ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കൊള്ളാൻ. പണ്ട് നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഒളിച്ചു വെച്ച് സംസാരിക്കുന്നോ ചിങ്കിളോഫി? ഉടനെ എന്തോ ചെയ്യണം? കൃത്യമായിട്ട് നമ്മളെ മോള് ചോദിച്ചതിന്റെ ആൻസർ ആയില്ലേ? ഹൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ഹൈഡ് ചെയ്ത് കളഞ്ഞോ. ഇത് അവളോട് പറയേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നോ? കാരണം എന്താ? അവൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരും. അവൾ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തോ ചെയ്യും? ലോ ഓഫ് അട്രാക്ഷൻ നെഗറ്റീവ് അട്രാക്ട് ചെയ്ത് കൈ തരും. അതിന്റെ ആവശ്യമുണ്ടോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എനർജി ഷിഫ്റ്റിംഗ് ഉണ്ട്. മനസ്സിലാവുന്നോ? എനർജി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നല്ല കളി ചിരി തമാശയൊക്കെ പറഞ്ഞ് നമ്മളോട് നിന്നവളുന്നാണ്ടെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. അങ്ങനെയുള്ള ഒരുത്തിയോട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഈ കാര്യങ്ങൾ പറയരുത്. നിന്റെ അമ്മയ്ക്ക് വലിയ ചിരി. മനസ്സിലായോ? അടുത്ത സെലക്റ്റീവ് സപ്പോർട്ട്. സെലക്റ്റീവ് അടുത്തെന്താ? അവൾ എന്തെങ്കിലും പൊട്ടടി പറയുന്നത്, അവൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നോ? സെലക്റ്റീവ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നമ്മൾ 4 പേരൂടെ പോവുക. അതാണ്ട് അളിയനെ മാത്രം ഞാനങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയുക, ബാക്കി 3 പേരെ അങ്ങ് തള്ളുക. ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഒന്ന് രഹസ്യമായി വീക്ഷിച്ചോണം. അവനോട് ഒരു കാര്യവും പറയണ്ട. അവൻ സുഹൃത്തായിട്ട് അവനങ്ങ് ഇരുന്നോട്ടെ. മനസ്സിലാവുന്നോ? രഹസ്യം പറയരുത്. മനസ്സിലായോ? അടുത്തൊരു പോയിന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാസീവ് അഗ്രീഷൻ അല്ല. മനസ്സിലാവുന്നോ? അല്ല, പാസീവായിട്ട് നേരിട്ട് പറയാതെ. മനസ്സിലായോ? ഒരു അങ്ങനല്ല, നേരിട്ട് പറയാതെ സാർക്കാസം കണ്ടിട്ടില്ലേ? സർക്കാസം. അതായത് നമ്മളെ നാക്കുന്ന സ്വഭാവം. സർക്കാസം ഒരു ഒളിഞ്ഞും പറഞ്ഞു നോക്കെ. അല്ല, സർക്കാസം എന്ന് പറഞ്ഞാൽ പറയുന്നത് നേരിട്ട് പറഞ്ഞ ഒളിഞ്ഞും കുത്തുവാക്ക്. അത് തമാശ ഒരു പുച്ഛിച്ച് വേറൊരു രീതിയിൽ പറയുന്നതാണ് സർക്കാർ. അതുപോലെ സർക്കാസം വെച്ച് പറയുന്നത്. അടുത്ത വേറെ എന്തോന്ന് ചോദിച്ചാ എന്തോരെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞ വേറൊരു പോയിന്റ് എന്തോരുന്നെ? ഇത് ചെയ്യും നമ്മളെന്താ പറയാ, ആക്കി പറയും. മനസ്സിലാവണോ? നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഒളിച്ചു വെച്ചിട്ട് ഓരോ സ്റ്റാറ്റസ് കയറി അങ്ങ് ഫേസ്ബുക്കിൽ ഇടും, വാട്സപ്പിൽ ഇടും. കല്ലുകൊണ്ടെറിഞ്ഞാൽ വേദനിക്കില്ല, അതുപോലെ ഇടും. അപ്പോഴേ ആലോചിക്കണം, കാറ്റു വീശി കൊടും കാറ്റു വീശി എന്നും പറഞ്ഞിട്ടൊക്കെ അടിക്കും. അപ്പോഴേ നമ്മൾ ഈ കഥ പഠിച്ചോണം. മനസ്സിലായോ? അപ്പം നമുക്ക് എന്തോ ഉണ്ടാവണം? ഒബ്സർവേഷൻ ഉണ്ടാവണം. എന്തോ ഉണ്ടാവണം? ഇതെന്റെ കുഞ്ഞിന്റെ കാര്യം ഉള്ളുണ്ട്. മനസ്സിലാവണം? മനസ്സിലാവുന്നോടെ? അടുത്ത എന്തോ പരിപാടി എന്ന് അറിയാമോ? അക്കൗണ്ടബിലിറ്റി ഉണ്ടാകത്തില്ല. അടുത്തെന്തോ? അക്കൗണ്ടബിലിറ്റി ഉണ്ടാകത്തില്ല. മനസ്സിലാവുന്നോ? അതായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല, കഴുതകളോട് പറയണ്ട. അക്കൗണ്ടബിലിറ്റി ഇല്ലാതാവെന്ന് പറഞ്ഞു. അന്നേരം എന്ത് സംഭവം അറിയാമോ? എല്ലാ പ്രശ്നത്തിനും കാരണം ആരാന്നങ്ങ് പറഞ്ഞു വെക്കും. ലിനിയാന്ന് പറഞ്ഞു വെക്കും. മനസ്സിലാവുന്നു? അല്ല, നെൽസൺ തോമസ് അങ്ങനെ. നെൽസൺ തോമസ് നന്മയുടെ കഥാപാത്രം. അപ്പൊ അടുത്ത എന്താന്ന് വെച്ചാൽ ഇമോഷണൽ അവൈലബിലിറ്റി. മനസ്സിലാവുന്നോ? അതങ്ങ് കുറയും. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങ് കരയുമായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ചെറിയ അഡവോട് കൂടി മുന്നോട്ട് വരും. മനസ്സിലാവുന്നു? പിന്നെന്ന് പറഞ്ഞാൽ ബൗണ്ടറി എന്തോന്ന് ഡിസ്റെസ്പെക്ട് ചെയ്യും. മനസ്സിലാവുന്നോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൗണ്ടറി, ഏത് ഫ്രണ്ട്ഷിപ്പിനും ഒരു ബൗണ്ടറി ഉണ്ട്. മനസ്സിലാവുന്നോ? ചെറിയൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്യും ഈ സമയമാകുമ്പോ. മനസ്സിലാവുന്നോ? ഗുഡ് മോർണിംഗ് ലിസ, അനിൽ, അരുൺ, ചാക്കോ, മോളി, സാം, മുഹമ്മദ് ബിനിച്ചേട്ടൻ. മനസ്സിലാവുന്നോ? എപ്പോഴും പിന്നെ ഇത്തരക്കാർക്ക് വേറൊരു കാര്യം ആലോചിക്കണം. ഇവർ എവിടെ ആയിരുന്നേലും ഒരു കോമ്പറ്റിറ്റീവ് വോയിസ് ഉണ്ടാകും. അപ്പൊ ഇത് ഇത്രയുമാണ് അതിന്റെ ഭയങ്കര സൈക്കോളജിക്കലായിട്ട് ചെയ്യേണ്ടത്. ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ കാര്യം ചോദിച്ചോട്ടെ, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരേ സ്റ്റാറ്റസിൽ നിൽക്കണം. അതായത് അയാൾ അവിടെ പോയി ഒന്നും ചെയ്യാൻ പാടില്ല, അപ്പൊ അയാള് വലിയ ആളാകും. മീൻസ് ഇപ്പൊ നമ്മുടെ ചങ്കാണ് വന്നോണ്ടിരിക്കുന്നത്. പറഞ്ഞു ഞാൻ തോറ്റു. ഐ ലവ് യു അമ്മാമ്മേ. ഈ പപ്പ പറയുമ്പോ ഞാൻ അയ്യോ ഇല്ല, ഇതിനകത്തേ ഉള്ളു. പറമനെ
ഉറപ്പാ. അമ്മമ്മ ഡയലോഗ് പറയണം. കാരണം ഈ പ്രായത്തിൽ അവർ അധ്വാനിക്കുന്ന ഒരു